നമസ്കാരം. ഇന്ന് നമ്മൾ സൈബർ ലോകത്തിന്റെ ഒരു കമാൻഡ് സെന്ററിലേക്കാണ് പോകുന്നത്. അതായത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന SOC. നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ രാവും പകലും കാത്തുസൂക്ഷിക്കുന്ന ഈ കാവൽപ്പുരകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് വിശദമായിട്ടന്നെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? നമ്മളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറുകളിലും നെറ്റ്വർക്കുകളിലുമൊക്കെ ഫയർവാളുകളും ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് സൈബർ ആക്രമണങ്ങളെ നേരിടാൻ ഇതൊക്കെ മാത്രം മതിയോ? ഈയൊരു വാചകം പ്രശ്നത്തിന്റെ ശരിക്കുള്ള ഒരു ചിത്രം നമുക്ക് തരുന്നുണ്ട്. ഇതൊരു തരം എലിയും പൂച്ചയും കളി പോലെയാണ്. നമ്മൾ ഒരു പ്രതിരോധമുണ്ടാക്കുമ്പോൾ ഹാക്കർമാർ അത് പൊളിക്കാൻ പുതിയ വഴികൾ കണ്ടുപിടിക്കും. അതുകൊണ്ടുതന്നെ പഴയ പ്രതിരോധ വഴികൾ മാത്രം മതിയാവില്ലെന്ന് സാരം. അപ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളെ നേരിടാനുള്ള ഒരു ആധുനിക പരിഹാരമെന്താണ്? അതാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അഥവാ SOC. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് ഒരു SOC എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കോട്ട പോലെയാണ്. അവിടെ ആളുകളും ലേറ്റസ്റ്റ് ടെക്നോളജിയും പിന്നെ കൃത്യമായ പ്രവർത്തന രീതികളുമെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സ്ഥാപനത്തെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് 24 മണിക്കൂറും സംരക്ഷിക്കുന്നു. വെറുതെ സ്ക്രീനിൽ നോക്കിയിരിക്കുക മാത്രമല്ല ഒരു SOCന്റെ പണി. സംശയം തോന്നുന്ന എന്ത് ചെറിയ നീക്കവും അവർ തിരിച്ചറിയും, സിസ്റ്റത്തിലെ വീഴ്ചകൾ കണ്ടെത്തി അടയ്ക്കും. ആ നെറ്റ്വർക്കിലുള്ള ഓരോ കമ്പ്യൂട്ടറിനെക്കുറിച്ചും സോഫ്റ്റ്വെയറിനെക്കുറിച്ചും അവർക്ക് ധാരണയുണ്ടാവും. പിന്നീടൊരു വിശകലനം തേവപ്പെട്ടാൽ അതിനായി ഡേറ്റ സൂക്ഷിക്കും. പിന്നെ നിലവിലുള്ള സുരക്ഷാ പോളിസികളൊക്കെ എത്രത്തോളം എഫക്റ്റീവാണെന്നും അവർ വിലയിരുത്തും. അപ്പോ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു SOC എന്നത് ഒരു ആഡംബരമല്ലാതെ ഒരു അത്യാവശ്യമായി മാറുന്നത്? നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു സ്ഥാപനത്തിന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. ഒരുപാട് പഴയ സിസ്റ്റങ്ങളുണ്ടാകും, പുതിയ ഉപകരണങ്ങളുണ്ടാകും, പലതരം സോഫ്റ്റ്വെയറുകളുണ്ടാകും. ഈ ഒരു ഡിജിറ്റൽ ലോകത്തെ മുഴുവനായിട്ട് നിരീക്ഷിക്കാനും അതിൽ നിന്ന് വരുന്ന ഡേറ്റയെല്ലാം ശേഖരിച്ച് അനലൈസ് ചെയ്യാനും ഒരു SOC സഹായിക്കുന്നു. അങ്ങനെ ഒരു പൂർണ്ണ നിയന്ത്രണം അവർക്ക് കിട്ടുന്നു. സൈബർ ആക്രമണങ്ങൾക്ക് ഓഫീസ് ടൈമെന്നൊന്നും ഇല്ല അല്ലേ? അത് പാതിരാത്രിയിലോ അവധി ദിവസങ്ങളിലോ എപ്പോ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഒരു SOC ഈ മുഴുവൻ സമയ നിരീക്ഷണവും എന്തെങ്കിലും ഭീഷണിയുണ്ടായാൽ അതിനോടുള്ള പെട്ടെന്നുള്ള പ്രതികരണവും ഉറപ്പാക്കുന്നു. അൾട്ടിമേറ്റായി ഒരു SOCന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ്: സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമുണ്ടാകാവുന്ന ബിസിനസ് നഷ്ടം പരമാവധി കുറയ്ക്കുക. എത്രയും പെട്ടെന്ന് ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ ഒരു സ്ഥാപനത്തിന്റെ പണവും സമയവും പിന്നെ അതിന്റെ പേരും സംരക്ഷിക്കാൻ ഒരു SOCക്ക് കഴിയും. ഓക്കെ, അപ്പോ SOC എന്താണെന്നും എന്തിനാണെന്നും നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. ഒരു SOCന്റെ പ്രധാനപ്പെട്ട കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു SOSന്റെ പ്രവർത്തനം പ്രധാനമായും ഈ 4 ഘട്ടങ്ങളുള്ള ഒരു സൈക്കിളാണ്: തടയുക, കണ്ടെത്തുക, പ്രതികരിക്കുക, പിന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇതൊരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. ഓരോ ഘട്ടവും അടുത്തതിലേക്ക് നയിക്കുന്നു. അങ്ങനെ ആ സ്ഥാപനത്തിന് ഒരു സമ്പൂർണ്ണ സുരക്ഷാ കവചം തീർക്കുന്നു. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് പ്രിവെൻഷൻ. അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആക്രമണം സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ അതിനെ തടയുക. ഇതിനായിട്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ക്രമീകരിക്കും. എന്തെങ്കിലും അപകടസൂചന കിട്ടിയാൽ ഉടൻ തന്നെ ഇൻസിഡന്റ് റെസ്പോൺസ് ടീമിനെ അറിയിച്ച് വേണ്ട നടപടികൾ എടുപ്പിക്കും. ഇനി അഥവാ ഒരു ആക്രമണം തടയാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ അടുത്തപടി വരും ഡിറ്റക്ഷൻ. അതായത് അതെത്രയും പെട്ടെന്ന് കണ്ടെത്തുക. നെറ്റ്വർക്കിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് സംശയമുള്ളവ മാത്രം വേർതിരിച്ചെടുക്കണം. ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് സൂചി തപ്പിയെടുക്കുന്നത് പോലെയാണ് ഈ പണി. ശരി, ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? വെറും അസംസ്കൃത ഡാറ്റയെ എങ്ങനെയാണ് ഒരു സുരക്ഷാ നടപടിയാക്കി ഒരു SOC മാറ്റുന്നതെന്ന് കാണാം. ഒരു സുരക്ഷാ സംഭവത്തിന്റെ യാത്ര തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യം നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, അങ്ങനെ എല്ലാ ഉപകരണങ്ങളിൽ നിന്നും ലോഗുകൾ, അതായത് പ്രവർത്തനങ്ങളുടെ രേഖകൾ ശേഖരിക്കും. പിന്നീട് ഈ ഡേറ്റ മുഴുവൻ വിശകലനം ചെയ്ത് അസ്വാഭാവികമായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം പലയിടത്തുനിന്ന് കിട്ടിയ ചെറിയ ചെറിയ സംഭവങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു വലിയ ചിത്രമുണ്ടാക്കിയെടുക്കും. അവസാനമായി ഏറ്റവും ഗുരുതരമായ സംഭവങ്ങൾക്ക് മുൻഗണന നൽകി അതിനെതിരെ നടപടിയെടുക്കും. ഒരു SOC 2 രീതിയിലാണ് ഭീഷണികളോട് പ്രതികരിക്കുന്നത്. ഒന്ന് റിയാക്റ്റീവ്, അതായത് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടൻ നടപടിയെടുക്കുക, തീപിടിച്ച ശേഷം വെള്ളമൊഴിക്കുന്നതുപോലെ. മറ്റൊന്ന് പ്രോആക്റ്റീവ്,
അതായത് ഒരാക്രമണം നടക്കാൻ സാധ്യതയുള്ള പഴുതുകൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് അടയ്ക്കുക. തീ പിടിക്കാൻ സാധ്യതയുള്ളതെല്ലാം മുൻകൂട്ടി എടുത്തുമാറ്റുന്നത് പോലെ. ഇതിൽ രണ്ടാമത്തേതാണ് കൂടുതൽ നല്ലതെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു SOC എന്നത് ഒരു ഡിജിറ്റൽ മതില് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം പോലെയാണത്. അത് ഭീഷണികളെ തിരിച്ചറിയുക മാത്രമല്ല, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഭാവിയിൽ അത്തരം ഭീഷണികൾ വരാതിരിക്കാൻ സിസ്റ്റത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഹാക്കർമാർ എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രതിരോധവും അതിനനുസരിച്ച് മാറേണ്ടി വരില്ലേ? എന്തായിരിക്കും സൈബർ സുരക്ഷയുടെ ഭാവി? ഇത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.